നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 26/4/2026 ഞായറാഴ്ച റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 251, RSS 5 കിലോ 237, ISN 20 205, ലാറ്റക്സ് 60% 159 രൂപ 55 പൈസ. ഇതാണ് കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 251, RSS 5 കിലോ 237. ഇതാണ് കൊച്ചി വില. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 152, 60% DRC ഒട്ടുപാൽ കിലോ 114. വിദേശ വില നോക്കുമ്പോൾ RSS 4 കിലോ 256 31 പൈസ, RSS 5 കിലോ 255 രൂപ 87 പൈസ. സ്വർണ്ണ വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് രൂപ 14,120, ഒരു പവൻ 1,12,960, ഒരു 24 ക്യാരറ്റ് രൂപ 15,404, ഒരു പവൻ 1,23,232. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,553, ഒരു പവൻ 92,424. ഇതാണ് സ്വർണ്ണവില. എന്തായാലും April 9, 2026 നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. വോട്ടുകളെല്ലാം പെട്ടിയിലായി. വേഴാമ്പലിനെ പോയി പോലെ കാത്തിരിക്കുകയാണ് മിക്ക നേതാക്കളും. May 4 ആകുമ്പോൾ 12 മണിക്ക് കൃത്യമായ റിസൾട്ട് വന്നിരിക്കും. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി. LDF ജയിക്കുകയാണെങ്കിൽ LDFിനായി ഒറ്റ മുഖ്യമന്ത്രിയുള്ള സഖാവ് പിണറായി വിജയൻ. അതേസമയം കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ 3-4 മുഖ്യമന്ത്രിമാരുടെ പേരാണ് ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. കോൺഗ്രസിൽ മുമ്പുണ്ടായിരുന്ന സ്ഥിതിയല്ല ഇപ്പോൾ ഡിജിറ്റൽ യുഗവും AI-യുടെ യുഗമൊക്കെയാണ്. കോൺഗ്രസിൽ മുമ്പും ഗ്രൂപ്പ് യുദ്ധങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്തും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കാര്യമായ തർക്കമുണ്ടായിട്ടില്ല. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല നേതൃത്വ കാലങ്ങളിൽ പരസ്യമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും മുന്നണി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആര് എന്നതിൽ വ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. സാമുദായിക നേതാക്കൾക്കും ഘടകകക്ഷികൾക്കും വളരെ പ്രിയപ്പെട്ടവനാണ് രമേശ് ചെന്നിത്തല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി PM സുധീരനും രംഗത്തെത്തിയിരിക്കുകയാണ്. മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന നല്ല നേതാവും കൂടാതെ മുൻ ലോകസഭാ MP-യും പലതവണ MLA ആയിരിക്കുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായിരിക്കണമെന്നാണ് PM സുധീരൻ്റെ ആഗ്രഹം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് ചെന്നിത്തലയുടെ ഒരു നോവൽ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ലോകസഭ, രാജ്യസഭ, നിയമസഭ തുടങ്ങിയ വേദികളിൽ ചെന്നിത്തലയുടെ മികച്ച പ്രകടനങ്ങൾ ഇനി ഓവർടേക്ക് ചെയ്ത് ഇനി KC വേണുഗോപാലും പ്രസംഗങ്ങളുടെ സമാഹാരം ഉടനെ പ്രസിദ്ധീകരിക്കും. അതിനു പുറമെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ ക്രൈസ്തവ വേദികളിൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരവും അണിയറയിൽ വളരെയേറെ ഒരുങ്ങുന്നുണ്ട്. 10 വർഷത്തിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല അന്ന് കൊള്ളപ്പലിശക്കാരെ നിലയ്ക്ക് നിർത്തിയിരുന്നു. കഴുത്തറപ്പൻ പലിശക്കാരെ പിടിക്കാൻ ഓപ്പറേഷൻ കുബേര എന്ന പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ കേരള യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ വരും ദിവസങ്ങളിൽ ചെന്നിത്തല വ്യത്യസ്തമായ പല വിഷയങ്ങളും കൊണ്ടുവരും. പുറമെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന നിലയിലാണ് VD സതീശനെ അനുയായികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്നത്. എങ്കിലും സൈബർ യുദ്ധത്തിൽ സതീശൻ പിന്നോക്കമാണ്. KC വേണുഗോപാലിനെ കുറിച്ച് ജനനായകൻ എന്ന പേരിൽ AI വീഡിയോയും കഴിഞ്ഞ ദിവസം ഇറങ്ങി. ഒട്ടും അമാന്തിച്ചില്ല. രമേശ് ചെന്നിത്തലയെ ജനനായകനാക്കിയുള്ള ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇറക്കി. അങ്ങനെ 3 അനുയായികളാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കടന്ന് കളിക്കുന്നത്. ഇപ്പോൾ വാളെടുത്തിരിക്കുകയാണ് ACC നേതൃത്വം ഇങ്ങനെയുള്ള പോരുകൾ അവസാനിപ്പിക്കുവാൻ. റിസൾട്ടിനായി നമുക്ക് കാത്തിരിക്കാം. വേഴാമ്പലിനെ പോലെ May 4 12 മണി വരെയെങ്കിലും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.